നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവളുടെ മുഖം നോക്കി ഒരു അടി അടിക്കണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇത് പറയുന്നത് കഴിഞ്ഞ ദിവസം ആറന്മുള പോലീസ് സ്റ്റേഷന്റെ CPO ആയ വിവേകിന്റെ ആർച്ചിലുള്ള വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ബൈക്ക് കത്തിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയായ ഈ പെൺകുട്ടിയെ ശൂരനാട് സ്വദേശിയായിട്ടുള്ള ആരതി എന്ന 24 വയസ്സുകാരിയെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് ആ വീട്ടിലേക്ക് എത്തിച്ചപ്പോഴാണ് അയൽപക്കത്തുള്ള അമ്മമാരെല്ലാവരും ചേർന്ന് ആ പെൺകുട്ടിയെ വിരട്ടാൻ ശ്രമിച്ചത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഈ വിരട്ടൽ നടന്നത് എന്നുള്ളതാണ്. അമ്മമാരെല്ലാവരും ഒരുമിച്ച് കൂടിയാണ് സംഘം ചേർന്ന് അവളുടെ ചെവിക്കുറ്റിക്ക് നോക്കി ഒരു അടി അടിക്കണം എന്നായിരുന്നു ആഗ്രഹം. അവർ സമ്മതിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആണുങ്ങൾക്ക് ഇവിടെ താമസിക്കേണ്ട, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ട എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു ആക്രോശം. പക്ഷേ ഒരു പെൺകുട്ടി ഒരു പോലീസുകാരൻ്റെ വണ്ടി കത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിനെക്കുറിച്ച് ആരും ഒന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും തെളിവെടുപ്പ് നടത്തി തിരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ആരതിയെയാണ് തെളിവെടുപ്പിനായി ബൈക്ക് കത്തിയ സ്ഥലത്തേക്ക് എത്തിച്ചത്. കഴിഞ്ഞ മാസം 23-ാം തീയതി അർദ്ധരാത്രിയോടുകൂടിയാണ് വാഹനം കത്തിയ നിലയിൽ കണ്ടെത്തിയത്. പിറ്റേന്ന് പ്രതികളായ ആരതിയെയും കൂട്ടുകാരി കട്ടപ്പന സ്വദേശി ഗായത്രി മോഹനനെയും പോലീസ് തിരുവനന്തപുരത്ത് നിന്നും കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇരുവരെയും അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മൊഴി രേഖപ്പെടുത്തുകയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷം തിരികെയുള്ള യാത്രയ്ക്കിടെ ആരതി വിഷം കഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തുകയും ഉണ്ടായി. തുടർന്ന് ആരതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതിനെ തുടർന്നാണ് പോലീസ് തെളിവെടുപ്പിന് ആരതിയെ സംഭവസ്ഥലത്ത് എത്തിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്തിനാണ് കത്തിച്ചത് എന്ന ചോദ്യത്തിൽ ഉത്തരമില്ല. എന്തായാലും തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ സംഭവ വികാസങ്ങൾ അവിടെ ചെറുതായിട്ടൊക്കെ നടന്നിരുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. മറ്റവരുടെ മണ്ടേ വെക്കുവോ? ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അവർ രണ്ടുപേരൂടെ വന്ന് ഈ കൊച്ച് ഇല്ല കടയിൽ ചെന്ന് അവിടെ കിടന്ന് അവിടെ ഉറങ്ങി എന്ന, മറ്റേത് വന്ന് ഇവിടെ കത്തിച്ചിട്ട് അവിടെ ചെന്ന് പറഞ്ഞപ്പോഴാ ഈ കൊച്ച് എഴുതിച്ചതും രണ്ടുപേരും കൂടെ വണ്ടിയൊക്കെ വരുന്ന കണ്ടുകൊണ്ട് ഓടിയതും വായനശാലയുടെ പുറകെ ചെന്ന് ഇരുന്നെന്നും എല്ലാം പറഞ്ഞ്. പക്ഷെ ഇപ്പൊ തെളിവെടുക്കാൻ വന്നപ്പം ആ കൊച്ച് അതിന്റെ പേര് ഫിദ ഫാത്തിമ എന്നാണെന്നും ഇവിടെ പറഞ്ഞതും, പിന്നെ അത് വന്ന വഴി എതിലെയാന്ന് ചോദിച്ചപ്പോ ആ കടയുടെ കാര്യം അത് മിണ്ടിയതേ ഇല്ല. വന്ന വഴി നേരെ വന്ന് ആ വീട്ടിനകത്തോട്ട് കയറിയ ആ രംഗമാണ് അത് കാണിച്ചത്. അത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്ലാനിങ് അവര് തങ്ങളി പറഞ്ഞു പ്ലാനിങ് കൊണ്ടുവന്നത്. ഭയങ്കര കക്ഷിയാണ്. ഈ പെണ്ണുങ്ങൾ ഇറങ്ങി ഇത്തരം ആക്രമണങ്ങൾ നടത്തിയാൽ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാട്ടിൽ വന്ന് ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറി ബൈക്കുകൾ കത്തിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അയാളെ വീടും വെട്ടാൻ വേണ്ടി പിച്ചാത്തി സഹിതം ഉണ്ടായിരുന്നു. പോലീസിന്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പിച്ചാത്തി സഹിതം ഉണ്ടായിരുന്നാണ് അവള് പറഞ്ഞിരുന്നത്. അതേ ഉള്ളു എന്റെ കാര്യം. മുഖം കാണിക്കണമെന്ന് പറയണമായിരുന്നു. ഒരു പോലീസുകാർ പറയാ കാണിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന്. അവർക്കൊക്കെ കമ്മീഷൻ കാണും. വേറെ മുഖം കാണിക്കണം, തള്ളയുടെ മുഖം കാണിക്കണം. ഇവിടെ നടത്തിയിട്ട് അവരാണ് ബന്ധന ജംഗ്ഷനിലോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളൊക്കെ വായനശാല ജംഗ്ഷനിൽ നോക്കി, വീട്ടിൽ വന്ന് നോക്കി, ബുള്ളറ്റ് കത്തിച്ച് നോക്കി, എല്ലാം നോക്കിയിട്ട് വായനശാല ജംഗ്ഷനിലോട്ട് അല്ല ബന്ധന ജംഗ്ഷനിലോട്ട് തെളിവെടുപ്പിനെ കൊണ്ട് പോവുക. പ്രതിയും കൊണ്ട് ഇത്ര വിരോധം തോന്നുന്നു. ഇത്ര വിരോധം എന്തുകൊണ്ട് അറിയാൻ വയ്യ. നമ്മളിവിടെ മറ്റത് മറ്റേ പ്രതിയെ കൂടി കൊണ്ടുവന്ന് തെളിവെടുപ്പും മറ്റു കാര്യങ്ങളെല്ലാം നിർത്തണം. ഇതുവരെയുള്ള കേസന്വേഷണം തൃപ്തരാണോ? എന്തോ ഇതുവരെയുള്ള കേസന്വേഷണം അല്ല, മറ്റേ പ്രതിയെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തണം. രണ്ടാം പ്രതിയെ പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് എന്തോന്ന് വെച്ചാൽ നീങ്ങും. രണ്ടാം പ്രതിക്ക് ജാമ്യം കിട്ടിയില്ലേ? ജാമ്യം കിട്ടി. എന്നിട്ട് അവരെയും കൂടെ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തണം. എന്തോ ഉപാധിയാണെന്ന് അറിയത്തില്ല. രണ്ടുപേരും കൂടെ കൂടിയാണ് സംഭവം ചെയ്തത്. ഇനി മുന്നോട്ടുള്ള എന്താണ് ഉദ്ദേശിക്കുന്നത്? മുന്നോട്ടുള്ള ഇത് നമുക്ക് ഇത് നീതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ മേപ്പോട്ട് പോകാനുള്ള നടപടികളിലേക്ക് പോകും. ഈ ബൈക്ക് കത്തിച്ചതുമായി ബന്ധപ്പെട്ട് ബൈക്കൊക്കെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മറ്റ് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ എന്തായി? ഇത് ഇൻഷുറൻസ് കമ്പനിക്കാർ വന്ന് നോക്കിയില്ല. ഇനി NDA വന്ന് പിന്നെ വിലയിടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറ്റും.